എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ കാണിക്കുക സാറുടെയും ചോച്ചോയുമാണ്. ഇനി അടുത്തതായിട്ട് മത്സരിക്കാൻ പോകുന്നത് അവർ രണ്ടുപേരുമാണ്. യുട്ടോയ്ക്കും ഷിക്കമരുവിനുമാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ അറ്റാക്ക് അത് അവർ കരുതിയതല്ല. ഇവിടെ സാറുടെയും ചോച്ചോയും അവർ രണ്ടുപേരും ഗുഡ് ഫ്രണ്ട്സ് ആണ്. അവർക്കിടയിലെ മാച്ച് അത് ഏത് ലെവലിൽ പോകുമെന്ന് കാണാനായിട്ട് നറൂട്ടോയും ഷിക്കമരുവിനെ പോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഷിക്കടയെ കാണിക്കും. ഷിക്കടയാണെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗത്തൂടെ നടന്നു വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഇനോജിൻ അവനങ്ങനെ സാഡായിട്ടിരിക്കുന്നത് കാണുക. ഷിക്കട കാര്യം അന്വേഷിക്കും. അവൻ പറയും, ഞങ്ങൾ തന്ന പ്രോമിസ് അത് ഞങ്ങൾക്ക് പാലിക്കാനായിട്ട് കഴിഞ്ഞില്ല. എനിക്ക് നന്നായിട്ട് അറിയാം നീ ആ ഒരു ജുനിയൻ കോട്ട് അത് ധരിക്കാത്തത് ഞങ്ങൾക്ക് ഹേർട്ട് ആവാതിരിക്കാനാണെന്ന്. നീ മത്സരത്തിൽ ജയിക്കുമെന്നാണ് കരുതിയത്, പക്ഷേ ഞാൻ ദയനീയമായിട്ട് പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് അവൻ സാഡായിട്ടിരിക്കും. അടുത്ത നിമിഷം ചോച്ചോ അവിടേക്ക് ഓടി വന്ന് പറയും, എനിക്ക് ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്നത് അത് മറ്റാരുമല്ല സാറുടെയാണ്. അതിന് ഇനോജിൻ അവളുടെ കൈ പിടിച്ചു പറയും, എന്നെ കൊണ്ടോ ഇത് സാധിച്ചില്ല. നീയെങ്കിലും ഷിക്കടയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. നമ്മുടെ ടീമിൽ ജുനിയൻ അത് നീയായിരിക്കണം എന്ന് പറയും. ചോച്ചോയ്ക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. അവൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ചോച്ചോ ആണെങ്കിൽ തീർത്തു പറയും, എൻ്റെ ബെസ്റ്റ് അത് ഞാൻ കൊടുക്കും. എന്ത് വില കൊടുത്തും ഞാൻ ജയിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് സാറുടെയുടെ അടുത്ത് നാമിഡ ടീം. അവരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് സാറുടെയോട് ചോദിക്കും, നിന്നെ കൊണ്ട് ഈ മാച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ? കാരണം ഓപ്പോസിറ്റ് ഉള്ളത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ചോച്ചോ അല്ലേ? അത് കേട്ട് സാറുടെ ചിരിക്കും. ഇത് ബാറ്റിലാണ്, മത്സരമാണ്. ആ ഒരു സ്പിരിറ്റ് അതെനിക്കും ഉണ്ട്, ചോച്ചോയ്ക്കും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും അതേ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ ഷിങ്കി. അവനാണെങ്കിൽ കവാക്കി തന്നെ നോക്കിയിരിക്കുകയാണ്. കവാക്കിക്കാണെങ്കിൽ അത് കാണുമ്പോൾ അല്പം ഇറിറ്റേറ്റഡ് ആവും. അവൻ അവിടുന്ന് കടന്നു പോവും. അവൻ്റെ തൊട്ട് പിന്നാലെ ഷിങ്കിയും അവനെ ഫോളോ ചെയ്ത് പോവാണ്. അതിനാറായി ആണെങ്കിൽ ഷിങ്കിയോട് ചോദിക്കും, എന്തു പറ്റി, നീ എവിടേക്കാ പോണേ? ആണെങ്കിൽ ഞാൻ ഇപ്പം മടങ്ങി വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരും. അവനാണെങ്കിൽ കവാക്കിയെ ഫോളോ ചെയ്ത് അവൻ്റെ പിന്നാലെ വരികയാണ്. കവാക്കി ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഷിങ്കിയോട് ചോദിക്കും, നീ ആരാ? നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വരണേ? നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അതിന് ഷിങ്കി പറയും, എൻ്റെ പേര് ഷിങ്കി. ഞാൻ സാൻഡ് വില്ലേജിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നത്. മാച്ച് കാണാനാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. നീ എന്തുകൊണ്ടാ മാച്ച് കാണാതെ ഇടയ്ക്ക് വെച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നേ? അതിന് കവാക്കി പറയും, എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. മാത്രമല്ല തുടക്കം മുതൽ നീ എന്നെ തന്നെയാണ് നോക്കിയിരുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നതെന്ന് പറയും. അതിന് ഷിങ്കി അവൻ കവാക്കിയെ ബ്ലോക്ക് ചെയ്ത് നിന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. കൺട്രോൾ പോയ കവാക്കി ആണെങ്കിൽ ഇപ്പൊ ഷിങ്കിയുടെ ബോഡിയിൽ ദേഹത്ത് ആഞ്ഞടിക്കും. അടുത്ത നിമിഷം സാൻഡ് പവർ ഉപയോഗിച്ച് ഷിങ്കി കവാക്കി അങ്ങനെ ലോക്ക് ചെയ്യും. പോയ കവാക്കി ആണെങ്കിൽ അവന്റെ കർമ്മ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഷിങ്കിയെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ ഷിങ്കി ആണെങ്കിൽ ഈസിയായി സാൻഡ് പവർ ഉപയോഗിച്ച് ഇപ്പൊ കവാക്കി അടിച്ച് താഴെയിടും. എനിക്ക് അടുത്ത മാച്ച് കാണണം. അതിനുശേഷം വീണ്ടും നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവനങ്ങനെ കടന്നു പോവാണ്. കവാക്കിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കട്ട് ചെയ്ത ഇവിടെ ചോച്ചോയും ഇവിടെയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ്. ചോച്ചോ ആണെങ്കിൽ സാറുടെയോട് പറയും, നീ നിന്റെ ഫുൾ പവർ ഇട്ടുമാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ. അതിന് സാറുടെ ഓക്കെ പറഞ്ഞ് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. ചോച്ചോ ആണെങ്കിൽ കുറെ കുനോയൊക്കെ ഇപ്പോ സാറുടെക്ക് നേരെ വലിച്ചെറിയും. അവൾ ആ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മുൻപോട്ടേക്ക് കുത്തിക്കുകയാണ്. ചോച്ചോ ആണെങ്കിൽ ഒരുപാട് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് സാറുടെ അറ്റാക്ക് ചെയ്യുകയാണ്. അവളാണെങ്കിൽ ശരിയങ്ങ കണ്ണൊക്കെ ഉപയോഗിച്ച് അതിനെ പ്രിവെന്റ് ചെയ്ത് അവളുടെ ഓരോ അറ്റാക്കും ബ്ലോക്ക് ചെയ്യും. ഷിങ്കി ആണെങ്കിൽ തിരികെ എത്തി ആവേശത്തോടു കൂടെ അവരുടെ മാച്ച് അത് നോക്കി നിൽക്കും. അവരുടെ ആണെങ്കിൽ ലൈറ്റ്നിങ് ബോൾ പവർ അതുപയോഗിച്ച് ഇപ്പൊ ചോച്ചോയെ അറ്റാക്ക് ചെയ്യും. അതിന് ചോച്ചോ ആണെങ്കിൽ വളരെ ഈസിയായി അത് ബ്ലോക്ക് ചെയ്ത് അടുത്ത ലെവൽ പവർ ഉപയോഗിച്ച് സാറുടെ ആയിട്ട് ഫൈറ്റ് ചെയ്യും. അവരുടെ ആണെങ്കിൽ അവളുടെ പവർഫുൾ ആയ ഒരു ലൈറ്റ്നിങ് ബോൾ അതുപയോഗിച്ച് ഇപ്പൊ ചോച്ചോയെ ഇടിച്ച് തെറിപ്പിക്കും. ഷിക്കടയാണെങ്കിൽ ഇനോജിനോട് പറയും, അവൾ നമ്മൾ കരുതും പോലെയല്ല. അവൾ ഇതുവരെ അവളുടെ മുഴുവൻ പവർ അത് ഉപയോഗിച്ചിട്ടില്ല. അവിടേക്കാണെങ്കിൽ ചോച്ചോയുടെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നും. അവളാണെങ്കിൽ ചോച്ചോയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അതിന് പല്ല് കടിച്ച് ചോച്ചോ ആണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കും. എന്നോട് നീ കരുണ കാണിക്കാനായിട്ട് പാടില്ല. ഇത് ബാറ്റിലാണ്, മത്സരമാണ്. നിന്റെ ഫുൾ പവറിൽ മാത്രം നീ എന്നോട് ഫൈറ്റ് ചെയ്യണം. ഓൾറെഡി ഷിക്കടയ്ക്കും ഇനോജിനും വാക്ക് കൊടുത്തതാണ് ഒരു ചുനിയനാവുമെന്ന്. സോ ഞാൻ എന്ത് വില കൊടുത്തും നിന്നെ തോൽപ്പിക്കും. ഇത്രയും പറഞ്ഞ് ചോച്ചോ ആണെങ്കിൽ അവളുടെ കൈ മടക്കി സാറുടെ ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയിൽ ചുമരിൽ പോയി തട്ടി അങ്ങനെ താഴെ വീഴുകയാണ്. അപ്പോൾ അവൾക്ക് സാസുക പറഞ്ഞ കാര്യം മൈൻഡിലേക്ക് ഓർമ്മ വരും. എല്ലാ കാര്യത്തിനും ആ സിറ്റുവേഷനിലും സന്ദർഭത്തിലും നമ്മൾ തയ്യാറായിരിക്കണം. എന്തിനേയും നമ്മൾ ഫേസ് ചെയ്യണം. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബൊറൂട്ടോ
അവൻ ആ കൊവാസക്കിയായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനെ നീ കൊല്ലണം. ഇവിടെയാണെങ്കിൽ അവളുടെ പപ്പ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പൊ വീണ്ടും ടെററായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. മറ്റുള്ള സാറുടെ ആണെങ്കിൽ ഇപ്പൊ അവളുടെ ഫയർ ബോൾ ജിപ്സു അതുപയോഗിച്ച് ചോച്ചോയ്ക്ക് നേരെ അങ്ങനെ പാഞ്ഞടുക്കും. അത് കണ്ട് ഇംപ്രസ്ഡ് ആയ ചോച്ചോ ആണെങ്കിൽ വാവ്, ഇതാണ് സത്യത്തിൽ ഞാൻ നിന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്. ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നിന്ന് വേണം ഈ സമയത്ത് നമ്മൾ മത്സരിക്കാനെന്ന് പറഞ്ഞ് ചോച്ചോ ആണെങ്കിൽ അവളുടെ ബോളിന്റെ രൂപത്തിലേക്ക് മാറി അങ്ങനെ കറങ്ങി കറങ്ങി വന്ന് ആ ഒരു ഫയർ ബോളിനെ തന്നെ നശിപ്പിച്ച് കളയുകയാണ്. പക്ഷെ സാറുടെ ആണെങ്കിൽ അടങ്ങില്ല. അവൾ വേറെ ലെവലില് ഇപ്പൊ ചോച്ചോയായിട്ട് ഫൈറ്റ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് നറൂട്ടോ, അവനാണെങ്കിൽ മാച്ച് കുറച്ച് ഇഷ്ടമാവും. സായി പറയും, എനിക്കിത് കാണുമ്പോൾ നീയും സാസുകയും നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്തതാണ് ഓർമ്മ വരുന്നത്. അവനിപ്പോ സാറുടെ ഫൈറ്റ് കാണാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവോ? നറൂട്ടോ പറയും, തീർച്ചയായിട്ടും അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് സാസുകയെ കാണിക്കും. അവൻ ദൂരത്തായിട്ടൊരു മൂലയ്ക്ക് നിന്ന് ഫൈറ്റ് കാണുകയാണ്. എങ്കിൽ ഇവിടെ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ചോച്ചോയ് വെട്ടിത്തിരിപ്പിച്ച് അവൾ ആഞ്ഞടിക്കും. സാറടാ, ഇതാണ് ഞാൻ നിന്നിൽ നിന്നും എക്സ്പെക്ട് ചെയ്ത ഫൈറ്റ്. ആക്ച്വലി എൻ്റെ റോൾ മോഡൽ നീയാണ്, പക്ഷേ ഈ നിമിഷത്തിൽ ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന് പറയും. അതിന് സാറടാ ചിത്തോരി പവർ എടുത്ത് നിൽക്കുകയാണ്. ഇവിടെ കവാക്കി ആണെങ്കിൽ ആ സീനൊക്കെ കണ്ട് അങ്ങനെ ഷോക്കായി കണ്ണിമ ചിമ്മാതെ ഫൈറ്റ് ശ്രദ്ധാപൂർവ്വം നോക്കി നിൽക്കും. ചോച്ചോ ആണെങ്കിൽ അവളുടെ ചിത്തോരി പവറിന് മുമ്പിൽ തളരില്ല. അവളും അവളുടെ ഏറ്റവും വലിയ പവർ അതെടുക്കും. ഇവിടെ അവളുടെ ചിത്തോരി പവർ അതെടുത്ത് ചോച്ചോയ്ക്ക് നേരെ പാഞ്ഞു വരും. അതേസമയം ചോച്ചോ അവളുടെ ബട്ടർഫ്ലൈ മോഡിലേക്ക് പോയി ഓടി വരികയാണ്. രണ്ടുപേരും ഫുൾ പവർ എടുത്ത് അടുത്ത നിമിഷം ആഞ്ഞടിക്കും. ആ ഒരു ഇടിയിൽ ആ ഒരു സ്റ്റേജ് തന്നെ തകർന്ന് വലിയൊരു പൊട്ടിത്തെറി അവിടെ സംഭവിക്കുവാണ്. ചുറ്റുമുള്ളവരെല്ലാവരും അത്ഭുതത്തോടു കൂടെ ആ കാഴ്ച നോക്കി നിൽക്കും. സാറടയും ചോച്ചോയും രണ്ടുപേരും ആ പുകയ്ക്കിടയിൽ അങ്ങനെ ടെററായിട്ട് നിൽക്കും. പക്ഷെ അല്പസമയം കഴിയുമ്പോഴേക്കും ചോച്ചോ അവൾ തളർന്ന് താഴേക്ക് വീഴും. അടുത്ത നിമിഷം കൊനഹമാരുവാണെങ്കിൽ സാറട അവൾ ഈ ഒരു മാച്ചിൽ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഷിക്കടയ്ക്കും ഇനോജിനും ഒരുപാട് വിഷമം. മറ്റൊരു ഭാഗത്ത് കവാക്കി അവൻ ആ മത്സരം അതങ്ങനെ ആകാംക്ഷയോട് കൂടെ നോക്കി നിൽക്കും. ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് അവനോട് ചോദിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട്, നിനക്ക് ഈ മാച്ച് ഇഷ്ടപ്പെട്ടോ? കവാക്കി ആണെങ്കിൽ മറുപടി ഒന്നും പറയില്ല. മറ്റൊരു ഭാഗത്ത് ആസുക മാച്ച് കണ്ടതിന് ശേഷം അവിടുന്ന് കടന്നു പോവാണ്. സാറുടെ ആണെങ്കിൽ ചോച്ചോയുടെ അടുത്തേക്ക് വരും. താങ്ക് യു വെരി മച്ച്. ഉള്ളിലെ ഫയറും പവറും അത് പുറത്തേക്ക് കൊണ്ടുവന്നത് നീയാണ്. നിന്നോട് ഫൈറ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്കതിന് സാധിച്ചതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഹാപ്പിയായി കൈ അങ്ങനെ നീട്ടി യൂണിക് സിംഗ് സൈൻ അത് കൊടുക്കുകയാണ്. ഉടനെ ഷിക്കടായും ഏനോജിനും അവർ രണ്ടുപേരും ഇപ്പൊ ചോച്ചോയെ താങ്ങിയെടുക്കുകയാണ്. ചോച്ചോ ആണെങ്കിൽ പൊട്ടിക്കരയും. അതിന് ഈനോജിൻ അവളെ സമാധാനിപ്പിച്ച് പറയും, നമ്മൾ രണ്ടുപേരും ഇപ്പൊ തുല്യ ദുഃഖിതരാണ്, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തു, നെക്സ്റ്റ് ടൈം ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ജയിക്കുമെന്ന് പറഞ്ഞ് കടന്നു പോവാണ്. സാറുടെ ആണെങ്കിൽ ഹാപ്പിയായി അവളുടെ പപ്പയുടെ അടുത്തേക്ക് ഓടി വരും. പപ്പ അവളുടെ ഫൈറ്റിനെ കുറിച്ച് അഭിനന്ദിച്ച് അവളുടെ തോളിൽ തട്ടുകയാണ്. സാറുടെ പറയും, ബൊറൂട്ടോയും മെയ്സുകയും അവർ രണ്ടുപേരും ഇതുവരെയായിട്ടും ഇവിടേക്ക് എത്തിയിട്ടില്ല. സാസുകയാണെങ്കിൽ അതിന് പറയും, ഞാൻ അവരെ എവിടെയും കണ്ടിട്ടില്ല, ഇവിടെ പോയെന്ന് എനിക്കറിയില്ല. മത്സര സമയത്ത് അവരിവിടെ എത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും. മെയ്സുകയും ബൊറൂട്ടോയും അവരാണെങ്കിൽ ആമുഡോയെ ഫോളോ ചെയ്ത് അവൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ തൊട്ട് മുൻപിലായിട്ട് കുറച്ച് ആളുകളെ കാണും. ആമുഡോ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. സയന്റിഫിക് നിഞ്ച ടൂൾസിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എല്ലാവരും ശരിക്കും ഷിനോബികളായിരുന്നു. അതിനവർ പറയും, വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളും ഷിനോബികളായിരുന്നു. ഞങ്ങളുടെ നേഷൻസ് ഇപ്പോൾ വളരെ വലിയ അപകടത്തിലാണ്. സോ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. എത്ര പണം വേണമെങ്കിലും തരാൻ ഞങ്ങൾ തയ്യാറാണ്. കേട്ട് ഡോക്ടർ ആമഡോ ആൾ ചിരിക്കും. സത്യത്തിൽ ലീഫ് വില്ലേജ് എനിക്കിപ്പോൾ ഒരുപാട് ഓഫേഴ്സ് തന്നിട്ടുണ്ട്. ഞാനിവിടെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അത് കേട്ട് ബൊറൂട്ടോയ്ക്കും മെയ്സുകയ്ക്കും അല്പ ആശ്വാസവും സന്തോഷവും തോന്നും. ഇവിടെ ആമഡോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം രണ്ടുപേര് ചേർന്ന് ഡോക്ടർ ആമഡോയെ പിടിച്ചു വെക്കും. അത് കണ്ട ബൊറൂട്ടോയും മെയ്സുകയും അവർ രണ്ടുപേരും പാഞ്ഞു വന്ന് ഇപ്പൊ അവരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ആ വില്ലന്മാരാണെങ്കിൽ ഞാൻ ബി എന്ന് പറഞ്ഞ് ആമഡോയെ കൊല്ലാൻ ശ്രമിക്കും. അടുത്ത നിമിഷം മെയ്സുകയാണെങ്കിൽ കൈ അങ്ങനെ നീട്ടി ആളെ സേഫായി പുറത്തേക്ക് കൊണ്ടുവന്ന് ബോംബ് അവിടേക്ക് വലിച്ചെറിയാണ്. അതങ്ങനെ പൊട്ടിത്തെറിക്കും. ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ സേഫായി പുറത്തെത്തും. താങ്ക് യു വെരി മച്ച്. കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ലൈഫ് രക്ഷിക്കാനായത്. അതിരിക്കട്ടെ, നിങ്ങൾക്ക് ഇന്നല്ലേ ജൂനിയർ എക്സാം. അടുത്ത നിമിഷം അവർ രണ്ടുപേരും ഷോക്കായി ഇപ്പോ ബാറ്റിൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയാണ്. ഡെങ്കി ആണെങ്കിൽ ായിട്ട് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന്റെ ഫോട്ടോ അതങ്ങനെ നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.